पति ब्रह्मचारी। അമ്മേ, ഇത് ഞാൻ അമ്മയ്ക്ക് തരുന്ന ഗിഫ്റ്റാ. എന്റെ അമ്മേ, ഈ ഇഷ എന്തിനാ അമ്മയ്ക്ക് വേണ്ടി ഗിഫ്റ്റ് ഒക്കെ വാങ്ങിച്ചിരിക്കുന്നത്? അമ്മ അവളെ എന്തുമാത്രം ശകാരിച്ചിരിക്കുന്നു. ചിലപ്പോ ഇതിനകത്ത് വല്ല പാമ്പിനെ ഒളിപ്പിച്ചു വെച്ചിരിക്കായിരിക്കും. ഉറപ്പാ, അമ്മ ഒരു കാരണവശാലും ഇത് തുറന്നേക്കല്ലേ, പണി പാളും. മോണിക്ക, ഇത് വാങ്ങിക്ക്. നീ തന്നെ തുറക്കത്. തുറക്ക. അമ്മേ, എനിക്കിനിയും ജീവിച്ച് കൊതി തീർന്നിട്ടില്ല. എന്നെ തന്നെ ഈ കാര്യത്തിന് ബലിയാടാക്കല്ലേ. നീ തുറക്കുന്നോ ഞാൻ നിനക്ക് അടി തരണോ? തുറക്കാം. തുറക്ക. അമ്മേ, അമ്മ എന്നെ ജീവിതത്തിൽ വേണ്ട 2 അത്യാവശ്യമുള്ള കാര്യങ്ങളാ പഠിപ്പിച്ചേ. അഥവാ മനുഷ്യന് ചപ്പാത്തി ഉണ്ടാക്കാനും കാശ് സമ്പാദിക്കാനും അറിയാമെങ്കിൽ പിന്നെ അയാൾക്ക് ആരുടെ മുന്നിലും കൈ നീട്ടേണ്ട ആവശ്യമേ വരില്ല. സ്വന്തം അഭിമാനവും പണയം വെക്കേണ്ടി വരില്ല. ഒരു യഥാർത്ഥ ഗുരു എന്നാൽ സ്വന്തം ശിഷ്യനെ വഴക്കു പറയും, ശാസിക്കേണ്ടപ്പോ ശാസിക്കും, വേണ്ടി വന്ന പണിഷ്മെന്റും കൊടുക്കും, ശിഷ്യന്റെ കുറവുകൾ ദൂരീകരിക്കും, നേർവഴിയും കാട്ടും. ആ വ്യക്തിയെ ഏതൊരു കാര്യത്തിനു വേണ്ടിയും സജ്ജമാക്കി മാറ്റും. അങ്ങനെ അയാൾ ഒരിക്കലും ജീവിതത്തിൽ തോൽക്കില്ല. എന്റെ കാഴ്ചപ്പാടിൽ ആ ഗുരു അമ്മ തന്നെയാ. നിനക്കുള്ള പാഠങ്ങളും പരീക്ഷണങ്ങളും ഒന്നും അവസാനിച്ചിട്ടില്ല. നീ ചിലപ്പോ സ്വർഗത്തിൽ നിന്ന് ഈ വീട്ടിലേക്ക് ഇറങ്ങി വന്ന മാലാഖയായിരിക്കാം. പക്ഷെ ഈ വീട്ടിൽ ജീവിക്കുമ്പോ നിനക്ക് കഠിനമായ പാഠങ്ങൾ മാത്രമായിരിക്കും പഠിപ്പിക്കുക. ഞാനത് നോക്കട്ടെ, നീ ഇപ്പൊ പറഞ്ഞ വാക്കുകളിൽ എത്രമാത്രം സത്യമുണ്ടെന്ന്. മനുഷ്യന് സ്വന്തമെന്ന് തോന്നുന്നവരോട് മാത്രമാണ് അവർക്ക് ഇണക്കവും പിണക്കവും ഒക്കെ തോന്നാറുള്ളത്. പിന്നെ ഈ പിണക്കങ്ങൾ അതിന് അധികം ആയുസൊന്നും ഉണ്ടാവാറില്ല. മോള് വിഷമിക്കല്ല, നീ കണ്ടോ, എല്ലാം വളരെ പെട്ടെന്ന് ശരിയാവും. ഇത് ഗുരുപൂർണിമയുടെ ഭാഗമായിട്ടുള്ള എന്റെ ഗിഫ്റ്റാ. കൊള്ളാലോ കൊള്ളാലോ, എവിടെ നോക്കട്ടെ. എന്നെ സംബന്ധിച്ച് എൻ്റെ ഭഗവാൻ, എൻ്റെ ഗുരു എല്ലാം അച്ഛൻ തന്നെയാണ്.
ഇന്ന് ഗുരുപൂർണിമയാണ്. അതുകൊണ്ട് അച്ഛൻ എന്തെങ്കിലും കൊടുക്കണമെന്നുണ്ട്. ഈ ചെറിയ ഗിഫ്റ്റ് എൻ്റെ വകയായിട്ടാണ്. നിക്ക്. അച്ഛൻ ആ ഗിഫ്റ്റ് തുറന്നു. അതിൻ്റെ അർത്ഥം അച്ഛനത് സ്വീകരിച്ചു എന്നല്ലേ? താങ്ക് ഗോഡ്. അത് ഗിഫ്റ്റ് എങ്ങനെയുണ്ട് അച്ഛാ? അച്ഛാ, ഇതെന്തായി ചെയ്യുന്നത്? എന്തിനാ ഈ കെട്ടൊക്കെ? ദാ ഇതുപോലെ ഇപ്പോഴത്തെ ഏഷ്യയുടെ അവസ്ഥ ദാ ഇതുപോലെയാണ്. അവളിപ്പോ ഒരു അടിമയെ പോലെയാണ് ജീവിക്കുന്നത്. അഥവാ അവളുടെ അച്ഛൻ നീതി കാണിച്ചിരുന്നെങ്കിൽ ആ പാവത്തിന് ഈ നരകത്തിൽ കാലുകുത്തേണ്ട കാര്യമില്ലായിരുന്നു, അവളോട് എത്തില്ലായിരുന്നു. ഒരു കാര്യം ശരിയാണ്, അതെനിക്ക് ബോധ്യമായതാണ്. അതായത് നിനക്ക് അവളുടെ ഭർത്താവാനുള്ള ഒരു യോഗ്യതയില്ലെന്ന്. കാരണം അവളുടെ നന്മയും ക്വാളിറ്റിയും ഒന്നും നിനക്ക് തിരിച്ചറിയാൻ കഴിയില്ല. ഞാനൊരു സത്യം പറയട്ടെ, അവളോട് നിന്റെ ഭാര്യയായിട്ട് കഴിയുന്നുണ്ടെങ്കിൽ അത് നിന്റെ ഭാഗ്യമാണ്. പക്ഷെ അത് അവളുടെ നിർഭാഗ്യമാണ്. കാരണം നിന്നെ പോലൊരു ഗുണ്ടയാണല്ലോ അവളുടെ ഭർത്താവ്. അവൾ അവളുടെ വീട്ടിലെ സുഖ സൗകര്യങ്ങളൊക്കെ ഉപേക്ഷിച്ച് ഇവിടെ നിന്റെ ഭാര്യയായിട്ട് കഴിയാനായിട്ട് അവൾ കഷ്ടപ്പെടുക. പക്ഷെ നീയാണെങ്കിൽ അവളെ ഇവിടെ നിന്ന് പുറത്താക്കാൻ ദിവസവും ഓരോ കാരണങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. നിനക്കറിയോ, ഏട്ടത്തി അവളെ ദിവസവും ശകാരങ്ങളും പഴിവാക്കുകളും കൊണ്ട് മൂടുന്നില്ലേ? ശരിക്കും അതിന്റെ ഉത്തരവാദി ആരാ? നീയാണ്. അഥവാ നീ നല്ലവനായിരുന്നെങ്കിൽ അവള് സന്തോഷിച്ചേനെ. ഇപ്പോഴത്തെ അവളുടെ ജീവിതം സ്വർഗതുല്യമായേനെ. മോനെ, അഥവാ നീ എനിക്ക് എന്തെങ്കിലും സമ്മാനം തരാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം മാത്രം ചെയ്യുക. അവൾക്ക് കൊടുക്കേണ്ട സ്നേഹവും ആദരവും കൊടുത്ത് അവളെ ഇവിടെ താമസിപ്പിക്കാൻ. പുറത്താക്കരുത് അവളെ. ഈ സമയം കാണിക്കുന്ന സമ്മാനം എനിക്ക് വേണ്ട. സമയത്തെ മാറ്റി മറിക്കുന്ന സമ്മാനമാണ് വേണ്ടത്. അങ്ങനെ ഒരു സമ്മാനം തരാൻ കഴിയുമോ നിനക്ക് നിന്റെ അച്ഛന്? തരാൻ പറ്റില്ലല്ലേ? അപ്പൊ പിന്നെ എനിക്ക് നിന്റെ ഈ ഉപകാരമില്ലാത്ത സമ്മാനം ആവശ്യമില്ല. ഇല്ല അച്ഛാ, അച്ഛൻ പറഞ്ഞ ഈ സമ്മാനം എനിക്ക് ഒരിക്കലും തരാൻ കഴിയില്ല. കേരളത്തിന്റെ ഭൂപടം ഉണ്ടാക്കാനല്ല ഞാൻ നിന്നോട് പറഞ്ഞത്.
ഞങ്ങളൊക്കെ ഇവിടെ ഉണങ്ങിയതും കരിഞ്ഞതുമായുള്ള റൊട്ടി കഴിക്കുമ്പോ മഹാറാണിയായി നീ ഞങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടിട്ട് പാസ്ത കഴിക്കാൻ പോവല്ലേ? ഇവള് കാരണമല്ലേ ആ മെത്ത മൊത്തം വൃത്തികേടായത്. അതുകൊണ്ട് ഇവള് തന്നെ എടുക്കട്ടെ, അതും ഒറ്റയ്ക്ക്. 2 ദിവസം കഴിഞ്ഞ് ഇതേ സമയം അഥവാ 11,580 രൂപ സമ്പാദിച്ചു കൊണ്ടുവരണം. വന്നില്ലെങ്കിൽ നിന്റെ പെട്ടിയും കിടക്കയെടുത്ത് ഈ വീട്ടിൽ നിന്ന് പാക്ക് ചെയ്ത് പൊയ്ക്കണം. ഈ പ്രതിമാനങ്ങി ഇല്ല സാർ, ഇത് ഇവൻ എപ്പോഴും നിന്റെ കൂടെ തന്നെ ഉണ്ടാവും, നിന്റെ ബോഡി ഗാർഡായിട്ട്. ഇതുവരെ അച്ഛനെയും കൊണ്ട് അംഗീകരിച്ചില്ല. പിന്നെ ഇഷമേടെ എന്നെ അംഗീകരിക്കുന്ന അച്ഛനെ എങ്ങനെ ഇത്ര ഉറപ്പോടെ പറയാൻ കഴിയും? നിന്റെ ഭർത്താവ് ഒരു ഗുണ്ടയാണ്. ഇങ്ങനൊരു ഗുണ്ടയെ വിവാഹം കഴിക്കുന്നതിലും നല്ലത് വിവാഹമേ വേണ്ടെന്ന് വെക്കുന്നതായിരുന്നു. അയാളൊരു ഗുണ്ടയുടെ ഭാര്യയാണെന്ന് പറയിപ്പിക്കുന്നത് അത് തെറ്റാണ് അച്ഛാ. ഇത് സത്യത്തിൽ എന്തൊരു പിടിവാശിയാണ് ഈശ മാഡം. മാഡം ഒന്ന് മൂളിയിരുന്നെങ്കിൽ മാഡത്തിന് മുന്നിൽ ആഹാര സാധനങ്ങൾ നിറഞ്ഞിരിക്കുമായിരുന്നു. എന്നിട്ട് ഇന്ന് ഇവിടെ ഇരുന്ന് ഉണങ്ങിയ ചപ്പാത്തി കഴിക്കുന്നു. എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? മോനെ, അഥവാ നീ എനിക്ക് എന്തെങ്കിലും സമ്മാനം തരാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം മാത്രം ചെയ്യും. അവൾക്ക് കൊടുക്കേണ്ട സ്നേഹവും ആദരവും കൊടുത്ത് അവളെ ഇവിടെ താമസിപ്പിക്കുക. ഇയാൾ ഈ ഉണങ്ങിയ റൊട്ടി എന്തിനാ കഴിക്കുന്നത്? കൂടെ കറിയൊന്നും ചേർക്കാത്തെന്താ? ഈ ഫ്രിഡ്ജ് എന്താ ലോക്ക് ചെയ്തിരിക്കുന്നത്? മിക്കവാറും വല്യമ്മ ഇയാളെ ശിക്ഷിക്കാൻ വേണ്ടിയായിരിക്കും ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. റൊട്ടിയാണ്, അത് കണ്ണീരിൽ കുതിർത്ത് കഴിക്കരുത്. കറിയും ചേർത്ത് കഴിക്കും. താങ്ക് യു. എന്തുകൊണ്ടാണ് ഇയാൾ മനസ്സിലാക്കാത്തത്? ഈ വീട്ടിലെ ബുദ്ധിമുട്ടുകൾ എത്രയൊക്കെ കണ്ടില്ലെന്ന് നടിച്ചു കഴിഞ്ഞാലും അവയെല്ലാം പുതിയ മുഖംമൂടി അണിഞ്ഞ് വീണ്ടും നിങ്ങളുടെ മുന്നിൽ തന്നെ വന്നിക്കും.
അതുകൊണ്ട് മാഡം ഇവിടെ നിന്ന് എത്രയും വേഗം സ്വന്തം വീട്ടിലേക്ക് പോകുന്നതായിരിക്കും നല്ലത്. ഓക്കെ, ഇനി സാർ ആ വലത്തെ കലന്ന് പൊക്കെ. ഗുഡ്. പുതിയ ഷൂ ആണോ? കൊള്ളാലോ. ഇത് പക്ഷേ സൈസ് ചെറുതല്ലേ? യെസ്, ഇതൊരാൾക്കുള്ള ഗിഫ്റ്റാ. അത് വേറെ ഒന്നും കൊണ്ടല്ല, അയാളുടെ പാദങ്ങള് തൻ്റെ പാദങ്ങളിൽ അത്രേ ഉള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചു തന്നെ കൊണ്ടൊരു തവണ ട്രൈ ചെയ്യിക്കാന്ന്. അഥവാ തനിക്കിത് ഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ എനിക്കിത് അയാൾക്ക് കൊടുക്കാലോ. കൊള്ളാലോ. ഗിഫ്റ്റ് കൊടുക്കുന്ന ആൾക്ക് സൈസ് എത്രയാണെന്ന് അറിയില്ലേ? അതുകൊണ്ടല്ലേ പറഞ്ഞേ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം പ്ലീസ്. ഒരു മിനിറ്റ്, ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് തരാം. എങ്ങനെയുണ്ട്? ഫിറ്റാണോ? നല്ല ഫിറ്റാ, കംഫർട്ടബിളോ. കൊടുക്കുന്ന ആളുടെ കാല് ഇതുപോലെയാണെങ്കിൽ സാർ ഇത് കൊടുത്തേക്ക്. അയാൾക്കിത് ഒരുപാട് ഇഷ്ടപ്പെടും. കൊടുത്തു കഴിഞ്ഞല്ലോ. മിസ് കാവ്യ മാഡം, ഈ ഷൂ താങ്കൾക്ക് വേണ്ടിയുള്ളതാ. എൻ്റെ വകയായിട്ട് ഒരു ചെറിയ ഗിഫ്റ്റ്. ഗിഫ്റ്റ് എനിക്ക് വേണ്ടിയോ? ആ, അയ്യോ സാറേ പ്ലീസ്. ഇല്ല ഇല്ല, എനിക്ക് വേണ്ടി ഇങ്ങനെ ഒരു ഗിഫ്റ്റ് ഞാനിത് വാങ്ങില്ല പ്ലീസ്. അത് ശരിയാവില്ല. എനിക്ക് കാവ്യ, ഇയാളെ എന്നെ എഴുന്നേൽപ്പിച്ച് നിർത്തിയത് എൻ്റെ ലൈഫ്, എൻ്റെ ഡ്രീംസ് എല്ലാം താൻ എനിക്ക് തിരിച്ചു തന്നു. ഞാൻ നിനക്ക് ഈ ഷൂ മാത്രമല്ലേ തന്നുള്ളൂ. അപ്പോൾ തനിക്ക് ഞാനൊരു ഗിഫ്റ്റ് വാങ്ങി തന്നാൽ എന്താ പ്രശ്നം? അയ്യോ അതല്ല, ഞാൻ ഇത്രയും വില കൂടിയ ഗിഫ്റ്റ് ഒക്കെ ആദ്യമായിട്ടാണ് വാങ്ങിക്കുന്നത്. അത് ശരിയാവില്ല പ്ലീസ്. ഇയാൾ എൻ്റെ വെറും കെയർ ടേക്കർ മാത്രമല്ല, എൻ്റെ ഒരു നല്ല സുഹൃത്തും കൂടിയാണ്. സുഹൃത്തിനോട് നോ പറയരുത്. പിന്നെ അതുപോലെ ഈ ആരവ് സാർ എന്നുള്ള വിളി ഒഴിവാക്കണം. ഇയാൾ എന്നെ വെറും ആരവ് എന്ന് വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്കത് വളരെ ഇഷ്ടപ്പെടും. ഇത്രയും സ്ട്രോങ് ആയി പെൺകുട്ടിക്ക് ഒരു പാറ്റയെ പേടിയാണോ? ശരി ശരി കാവ്യ, ഞാൻ ആ പാറ്റയെ ഓടിച്ചോളാം. പക്ഷെ ആദ്യം നീ പിടിയൊന്നും ഇട്ടിരുന്നെങ്കിൽ. താങ്ക് ഗോഡ്, നിങ്ങൾ ഇവിടെ തന്നെ ഉണ്ടായിരുന്നോ? എന്താ ചേച്ചി? അത് ഞാൻ റിപ്പോർട്ട് വാങ്ങാൻ ഡോക്ടറെ അടുത്ത് പോയിരിക്കായിരുന്നു. ഞാൻ ഡോക്ടറിനോട് ഇതേക്കുറിച്ച് ചോദിക്കാൻ തുടങ്ങുമായിരുന്നു. പക്ഷേ അതിനിടയ്ക്ക് അനുരാഗേട്ടൻ്റെ കോൾ വന്നപ്പോൾ അവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്നു. ഡോക്ടറോടൊന്നും ചോദിക്കാനും പറ്റിയില്ല. എനിക്കറിയില്ല ഞാൻ എന്താ ചെയ്യേണ്ടത്. ഞാൻ കാവ്യെ, ഇതിലെന്താ എഴുതിയിരിക്കുന്നതെന്ന് നോക്കിയിട്ട് പറയാവോ? കുഷ്പ ചേച്ചി, നമ്മുടെ സംശയം ശരിയായിരുന്നു. പ്രോബ്ലം അനുരാഗ് സാറിന് തന്നെയാ. എന്താ? അനുരാഗ് സാറിന് ഒരു അച്ഛനാകാൻ കഴിയില്ല.
എടുത്തി വാ, നമുക്ക് പപ്പയുടെ അടുത്തേക്ക് പോകാം. ഇതിൽ ഏട്ടത്തിയുടെ ഭാഗത്ത് ഒരു തെറ്റില്ലാന്ന് നമുക്ക് ഈ റിപ്പോർട്ട് പപ്പനെ കാണിച്ചു കൊടുത്തു തന്നെ പറയാം. ട്രസ്റ്റ് മീ, ഏട്ടത്തിക്ക് ഒന്നും സംഭവിക്കാൻ ഞാൻ അനുവദിക്കില്ല. വരൂ, ഇപ്പൊ തന്നെ പപ്പയുടെ കാര്യം പറയാം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഭഗവാനെ വാസുദേവ, കാത്തുരക്ഷിക്കണേ. എടാ സൂരജ്, രാവിലെ നീ എങ്ങോട്ടാ പോന്നെ? സാറിനോട് പെട്ടെന്ന് ചെല്ലാൻ പറഞ്ഞു. അതിന് നീ ഇങ്ങനെയാണോ പോന്നെ? ഒന്നും കഴിക്കാതെ എന്തെങ്കിലും കഴിച്ചിട്ട് പോടാ. എന്റെ വല്യമ്മ അത്. മോണിക്ക, വേഗം സൂരജിന് വേണ്ടി 2 ചപ്പാത്തി ഉണ്ടാക്കാൻ. വേണ്ട വല്യമ്മ, ഞാൻ ലേറ്റ് ആയി പോവും. സമയത്തിന്റെ കാര്യത്തിൽ സാർ പക്കയാ. അവിടെ കൃത്യസമയത്തിന് ഞാൻ എത്താം. എന്തിനാ പോന്നെ? ഡാ നിന്നേ, എന്നാ പിന്നെ ഞാൻ ടിഫിൻ പാക്ക് ചെയ്ത് തരാം. എടാ നിന്നേ. വല്യമ്മയ്ക്ക് അറിയില്ല സാറിന്റെ സ്വഭാവം. എന്റെ ഭഗവാനെ വാസുദേവ, അവന്റെ സാറ് പറഞ്ഞ പിന്നെ ദൈവം പറഞ്ഞതുപോലെയാ. ഒരു വിളി വന്നു കഴിഞ്ഞാ പിന്നെ ജീവനും കൈപ്പിടിച്ചോണ്ടാ പോകുന്നത്. ഈ ചെറുക്കന്റെ ഒരു കാര്യം, എന്റെ ദൈവമേ. ആ എന്റെ മുട്ട്. അതിങ്ങ് തന്നെ. നീ എന്തിനാണ് ഇവിടെ കുന്തം വിഴുങ്ങിയതുപോലെ നിൽക്കുന്നേ? പോയി എന്തെങ്കിലും കഴിക്കാൻ ഉണ്ടാക്കി കൂടെ? പിന്നെ സൂരജിന് വേണ്ടി ടിഫിനും കൂടെ തയ്യാറാക്ക. അവൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ആരുടെയെങ്കിലും കയ്യിൽ കൊടുത്തുവിടാം. അത് പിന്നെ അമ്മയല്ലേ പഠിപ്പിച്ചത്, വേറെ ആരും പറഞ്ഞു തന്നിട്ടില്ല. അമ്മ എന്നോട് പറഞ്ഞതേ, അഥവാ ഭർത്താവ് ജോലിക്ക് പോകുമ്പോ ഒരു ഭാര്യയുടെ ഉത്തരവാദിത്തമാണ് ഭക്ഷണം ഉണ്ടാക്കലും പാക്ക് ചെയ്യലും ഒക്കെ. അപ്പോ സൂരജിന് വേണ്ടിയുള്ള ഭക്ഷണം ഉണ്ടാക്കേണ്ടത് സത്യത്തിൽ ഇഷ തന്നെയല്ലേ? അങ്ങനെയല്ലേ അമ്മേ? അതെ, ആ പറഞ്ഞ ശരിയാ. സൂരജിന് വേണ്ടി ഞാൻ ഭക്ഷണം ഉണ്ടാക്കാം, ഞാൻ പാക്ക് ചെയ്തോളാം. ഞാൻ മൂവിലൊക്കെ കണ്ടിട്ടുണ്ട്, ഭാര്യ ഭർത്താവിന് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കും, എന്നിട്ട് അത് പാക്കറ്റിൽ അടച്ച് കൊണ്ടുപോകും. വൗ, ആ രംഗം ഇപ്പൊ എന്റെ ജീവിതത്തിലും വന്നു. ഞാൻ സൂരജിന് വേണ്ടി ഭക്ഷണം പാക്ക് ചെയ്തോളാം. മോണിക്ക ചേച്ചി, എനിക്ക് ഭക്ഷണം പാക്ക് ചെയ്യുന്നതൊന്നും അത്രയ്ക്ക് അറിയില്ല. ചേച്ചി എനിക്ക് പഠിപ്പിച്ചു തരുമോ പ്ലീസ്? ഇഷ, നിനക്ക് ശരിക്കും പാക്ക് ചെയ്യാൻ അറിഞ്ഞൂടാത്താണോ അതോ നീ എന്നെ കളിയാക്കുന്നതാണോ? അയ്യോ, അങ്ങനെയല്ല മോണിക്ക ചേച്ചി. ഞാൻ എപ്പം പുറത്തു പോയാലും പുറകെ എന്റെ സെർവൻസ് ഉണ്ടാവുമായിരുന്നു. പിന്നെ എപ്പോ എനിക്ക് വിശക്കുന്നോ അപ്പൊ തന്നെ ബുഫേ ടേബിൾ ഒരുക്കും. മുഴുവൻ ടേബിളും ഭക്ഷണം കൊണ്ട് നിറഞ്ഞിരിക്കും. ദൈവമേ, ഒരാൾക്ക് വേണ്ടി ടേബിൾ മുഴുവൻ ഭക്ഷണോ? എന്നാ പിന്നെ അങ്ങോട്ട് തന്നെ പൊയ്ക്കൂടെ? ഇവിടെ കിടന്ന് എന്തിനാ നരയിക്കുന്നേ? ഇനി ഇവിടെ നിന്ന് സംസാരം മാത്രമേ ഉള്ളൂ, അതോ എന്റെ മോന് വേണ്ടി എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കോ? ഇന്ന് എന്റെ മോൻ എങ്ങാനും പട്ടിണി കിടന്ന അതിന്റെ ഏക ഉത്തരവാദി നീ തന്നെയായിരിക്കും. ഇന്ന് ഞാൻ എന്റെ കൈകൊണ്ട് എന്റെ ഭർത്താവിന് വേണ്ടി നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും. അദ്ദേഹം അത് കഴിച്ചതിന് ശേഷം ചിലപ്പോ എനിക്ക് ആ മനസ്സിലൊരിടം തന്നാലോ.